എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വരുവാനും അവിടുത്തെ വിശുദ്ധ വചനം പരിശോധിക്കുവാനും ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതോർത്ത് എല്ലാ മഹത്വവും കർത്താവിനർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത്. നാം ചിന്തിച്ച് നിർത്തിയത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. ഒരിക്കലും ഒരു യഹൂദന് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് യിരെമ്യാവിനോട് പറയുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടത്. എൻ്റെ വചനം ഞാൻ നിൻ്റെ വായിൽ തരും, നീ അത് അവരോട് പറയണം എന്ന് പ്രാരംഭത്തിലെ പറഞ്ഞാണ് പ്രവാചകനെ വിളിക്കുന്നത്. അപ്പോൾ യിരെമ്യാവിന് വേറെ നിവൃത്തിയില്ല, അത് പറഞ്ഞേ മതിയാകൂ. പക്ഷെ കേൾവിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. യഹൂദൻ്റെ അഭിമാനമായ യെരുശലേം ആലയത്തിനും യെരുശലേം നഗരത്തിനുമെതിരായിട്ട് പ്രസംഗിക്കുക, ഇസ്രയേലിലെ മൂപ്പന്മാരായ ഇടയന്മാർക്കെതിരെ പ്രസംഗിക്കുക, പിന്നെ പലസ്തീനിൽ കഴിഞ്ഞാൽ, യെരുശലേമിൽ കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടും, അതുകൊണ്ട് കൽദയരുടെ അടുക്ക് പോകുക, മാതൃരാജ്യം വിട്ട് ശത്രുരാജ്യത്തേക്ക് പോവുക. ഇതായിരുന്നു യിരെമ്യാവിൻ്റെ പ്രസംഗം. ഇത് കേട്ട പ്രഭുക്കന്മാർക്ക് തീരെ സഹിച്ചില്ല. അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സങ്കടം ബോധിപ്പിച്ചു. ഈ മനുഷ്യൻ കേൾക്കുന്നവർക്കെല്ലാം ധൈര്യക്ഷയം വരുത്തുകയാണ്, നമ്മുടെ പട്ടാളക്കാർക്ക് ധൈര്യക്ഷയം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇവനെ കൊന്നുകളയണമേ എന്ന് അപേക്ഷിച്ചു. ഇത്രയുമാണ് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ദൈവം കൽപ്പിക്കുന്നത് പോലെ ശുശ്രൂഷിക്കുക എളുപ്പമല്ല എന്ന് യിരെമ്യാവിൻ്റെ ചരിത്രം പഠിക്കാതെ തന്നെ നമുക്കൊരു സാമാന്യ ധാരണയുണ്ട്. എന്നാൽ യിരെമ്യാവ് അതെങ്ങനെ അനുസരിച്ചു എന്നുള്ളതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഇന്നത്തെ പോലെയുള്ള യാതൊരു അനുകൂല ഘടകവും ഇല്ലാതിരുന്നിട്ടും യിരെമ്യാവിന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ശുശ്രൂഷിക്കുവാൻ 40 വർഷം കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു വെല്ലുവിളിയാണ്. ഇവിടെ യിരെമ്യാവിനെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ഇനിയും തുടരുകയാണ്. ഇങ്ങനെ ജനവർഗത്തിന് ഇഷ്ടമല്ലാത്ത പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ആക്ഷേപകരമായ നിലയിൽ യിരെമ്യാവ് പെരുമാറുന്നു. അതിൻ്റെ മധ്യത്തിൽ യിരെമ്യാവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രം നമ്മൾ നോക്കുകയാണ്. യിരെമ്യാവിൻ്റെ പ്രവചനം 16-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യിരെമ്യാവ് വാസ്തവത്തിൽ ഒരു വേർപാടുകാരനെ പോലെയാണ് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. 16:5 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കുകയും അരുത്. ഞാൻ എൻ്റെ സമാധാനവും ദയയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം പറയുക, യിരെമ്യാവേ, നീ മരണ വീട്ടിൽ ദുഃഖിക്കാൻ പോകരുത്. വാസ്തവത്തിൽ യഹൂദനെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്ചര്യകരമാണ്. കാരണം അവൻ്റെ വീട്ടിലൊരു മരണമുണ്ടായാൽ മറ്റ് ജാതികളുടെ മധ്യത്തിൽ മരണമുണ്ടാകുന്നത് പോലെയല്ല. മരണം എല്ലാവർക്കും ദുഃഖകരമാണ്. പക്ഷേ യഹൂദനെ സംബന്ധിച്ച് അവനതൊരു ആചാരമാക്കി മാറ്റിയിരുന്നു. നിങ്ങൾ ചിലർ അറിയുന്നത് പോലെ പണത്തിന് വിലപിക്കുന്ന ആളുകൾ ആ കാലത്തുണ്ടായിരുന്നു. അതൊരു അഭിനയമായിരുന്നു. പണക്കാരൻ്റെ വീട്ടിലെ മരണമാണെങ്കിൽ ധാരാളം പണം കൊടുക്കും. അതനുസരിച്ച് ഈ വിലാപക്കാരും വിലാപക്കാരിത്തികളും വിലാപക്കാരന്മാരും അവർ വന്ന് വിലപിക്കാൻ തുടങ്ങും. അവർ വിലപിക്കുക മാത്രമല്ല, തലയിൽ എണ്ണ തേക്കാതെ, മുഖം കഴുകാതെ, തലമുടിയെല്ലാം പറിച്ച്, പുറം കുപ്പായമെല്ലാം വലിച്ച് കീറി, തലയിൽ പൂഴിമണ്ണ് വാരിയിട്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹതാപവും ദുഃഖവും തോന്നത്തക്ക വിധത്തിൽ വലിയ അഭിനയമാണ് അവർ നടത്തിയിരുന്നത്. ദിവസങ്ങളോളം അവർ ആ ദുഃഖം വിലാപം കഴിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ യിരെമ്യാവിനെക്കുറിച്ച് പറയുകയാണ്. യഹൂദന മധ്യത്തിൽ ഒരു മരണമുണ്ടായാൽ യിരെമ്യാവ് മരണ വീട്ടിൽ പോവുകയില്ല, വിലപിക്കാൻ അവിടെ ചെല്ലുകയില്ല. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, യിരെമ്യാവിന് അത് നിമിത്തമുണ്ടായ ഒറ്റപ്പെടൽ എത്ര വലുതായിരിക്കാം. ആരും പറയുകില്ലേ, ഇയാളൊരു വലിയ പ്രസംഗകനാണെന്ന് പറയുന്നു, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നു, യഹോവയുടെ സ്നേഹവും കരുണയും അദ്ദേഹം പ്രസംഗിക്കുന്നു. പക്ഷേ ഒരു മരണ വീട്ടിൽ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ കയറി ചെല്ലുകയില്ല എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷകനെക്കുറിച്ചുള്ള മതിപ്പെന്തായിരിക്കും? യിരെമ്യാവ് അങ്ങനെ തന്നെ അനുസരിച്ചു. അടുത്ത കാര്യം 16-ാം അധ്യായം 8-ാം വാക്യം നോക്കാം.
അടുത്ത കൽപ്പന എന്തായിരുന്നു ദൈവത്തിൻ്റെ നോക്കുക? 16. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്ന് വീട്ടിലേക്ക് പോകരുത്. ഇസ്രായേലിന്റെ മരണവീട്ടിൽ മതി. മരണവീട്ടിൽ പോകുന്നില്ലെന്ന് മാത്രമല്ല, വിവാഹ വീട്ടിലും പോകുന്നില്ല, വിരുന്ന് വീട്ടിലും പോകുന്നില്ല. ഒരാൾ വന്ന് വിരുന്നിന് വിളിച്ചാൽ പോവുക സാമാന്യ മര്യാദയല്ലേ? ദൈവദാസന് വന്ന് വിളിക്കുകയാണ്, ഞങ്ങളുടെ മോൻ്റെ വിവാഹമാണ്, വരണം എന്ന് പറഞ്ഞാൽ പോവുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചും മര്യാദയാണ്. പക്ഷെ യിരെമ്യാവിനെ വിളിക്കാമെന്നേ ഉള്ളൂ, യിരെമ്യാവ് പോവുകയില്ല. യിരെമ്യാവ് പറയുന്നത്, ഞാൻ വിരുന്ന് വീട്ടിൽ വരികയില്ല, കാരണം നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ സന്തോഷം ദുഃഖമാകാൻ പോകുകയാണ്. മണവാളിൻ്റെയും മണവാട്ടിയുടെയും ആനന്ദം നശിക്കാൻ പോകുകയാണ്. ശത്രു നിങ്ങളെ നശിപ്പിക്കാൻ പോകുകയാണ്. അങ്ങനെ യിരെമ്യാവ് യഹൂദന മധ്യത്തിൽ ഒരു ചർച്ചാ വിഷയമായി. മരണമുണ്ടായാൽ കയറി വരികയില്ല, കല്യാണത്തിന് വിളിച്ചാൽ വരികയില്ല. അതിനെക്കുറിച്ച് യിരെമ്യാവ് പറഞ്ഞ ഒരു സാക്ഷ്യവാചകമുണ്ട് 15-ാം അധ്യായത്തിൽ. 17 മുതൽ 18 വരെയുള്ള വാക്യം നമുക്ക് നോക്കിയാൽ യിരെമ്യാവ് അനുഭവിച്ച ഏകാന്തത എന്തായിരുന്നു? യഹോവ കൽപ്പിച്ചത് കൊണ്ട് യിരെമ്യാവ് അനുസരിച്ചു. എന്നാൽ ആ സമൂഹത്തിൽ യിരെമ്യാവ് എങ്ങനെ കഴിഞ്ഞുവെന്ന് 17-18 വാക്യങ്ങൾ 15-ാം അധ്യായം. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നുല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നതെന്ത്? നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളം പോലെ ആയിരിക്കുമോ? യിരെമ്യാവ് ദൈവത്തോട് പരാതി പറയുന്ന പല സന്ദർഭമുണ്ട്. അതിലൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. യിരെമ്യാവ് പറയാം, ഞാൻ കളിക്കാരുടെ കൂടെ ഇരുന്ന് കളിച്ചിട്ടില്ല, ഞാൻ തനിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. മരണ വീട്ടിൽ പോകുന്നില്ല, വിവാഹ വീട്ടിൽ പോകുന്നില്ല, ആരുടെയും കൂടെ തമാശ പറയുവാനോ കളിക്കുവാനോ താൻ ഇരിക്കുന്നില്ല. താൻ ഏകനായിട്ട് ഒറ്റയ്ക്കിരിക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഊരുവിലക്ക് നേരിടുന്ന ഒരു മനുഷ്യനെ പോലെ ഇന്നത്തെ വാക്കിൽ അദ്ദേഹം കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ദൈവം ഇതിനായിട്ടാണോ യിരെമ്യാവിനെ നിയോഗിച്ചത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. ഒരു പുരോഹിതനായി ജനിച്ച്, പുരോഹിത കുടുംബത്തിൽ ജനിച്ച്, പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന യിരെമ്യാവിന് ഇങ്ങനെയൊരു നിയോഗമാണല്ലോ ലഭിച്ചത് എന്ന് തോന്നിപ്പോകും. വാസ്തവത്തിൽ എന്തുമാത്രം ഏകാന്തത താൻ അനുഭവിച്ചു. തൻ്റെ ഒറ്റപ്പെടലും ഏകാന്തതയും വർദ്ധിക്കുന്ന മറ്റൊരു കാര്യം കൂടെ യഹോവ അരുളി ചെയ്തു. അത് 16-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ്. ഇതോട് ബന്ധപ്പെട്ട് അതുകൂടെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും തൻ്റെ ഏകാന്തത പൂർണ്ണമായി. 16:1-2. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുകയും അരുത്. ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച്, ഈ ദേശത്ത് അവരെ പ്രസവിക്കുന്ന അമ്മമാരെ കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മതി. ദൈവം പറയാ, യിരെമ്യാവേ, നീ വിവാഹം കഴിക്കരുത്, ഈ സ്ഥലത്ത് നിനക്ക് ഭാര്യയോ മക്കളോ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് യിരെമ്യാവ് അവിവാഹിതനായിട്ട് മരണം വരെ കഴിയേണ്ടി വന്നത്. നമുക്കറിയാം, ദൈവഭക്തിയുള്ള ഒരു ഭാര്യയാണ്, ഒരു സ്ത്രീയാണ് ഭാര്യയെങ്കിൽ നിശ്ചയമായിട്ടും പ്രശ്നങ്ങൾ, ഒറ്റപ്പെടലുകൾ, ആരോപണങ്ങൾ, അപവാദങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ സഹോദരവർഗം പോലും സഹായിക്കാനില്ലാതെയോ സഹകരിക്കാനില്ലാതെയോ കഴിയുമ്പോഴും ഒരു നല്ല ഭാര്യയാണെങ്കിൽ, നല്ല മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവദാസന് അതൊരു വലിയ പിൻബലമാണ്, ധൈര്യമാണ്. ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുവാനും ആശ്വസിക്കുവാനും കഴിയും. ഉത്തമയായ ഒരു ഭാര്യയാണെങ്കിൽ പറയും, കർത്താവ് കൽപ്പിച്ചതുകൊണ്ടല്ലേ, സാരമില്ല, നമുക്ക് കർത്താവിനെ അനുസരിക്കാം. തീർച്ചയായിട്ടും കർത്താവിനെ അനുസരിക്കുകയാണല്ലോ, അവനെ പ്രസാദിപ്പിക്കുകയാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തും. അങ്ങനെ അനുഭവമുള്ള ധാരാളം സഹോദരന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പക്ഷേ യിരെമ്യാവിന് അതിനും അവകാശമില്ല. അവൻ്റെ ദുഃഖമൊന്ന് ഇറക്കി വയ്ക്കുവാൻ ഒരു കൂട്ടില്ല, അവൻ്റെ വേദനകൾ പങ്കുവെക്കുവാൻ ഒരു കൂട്ടാളിയില്ല. അവൻ ഏകനായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വഴിയിലൂടെയാണ് ദൈവം യിരെമ്യാവിനെ നടത്തിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഇത് സാധിച്ചു എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നില്ലേ? എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ തമാശ പറയുകയല്ലല്ലോ, ഒരു കഥ പറയുകയല്ലല്ലോ. നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള വികാര വിചാര ഗതിയുള്ള
ഒരു മനുഷ്യൻ, ഒരു യുവാവ്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നത് നമ്മൾ വിശ്വാസപൂർവ്വം പങ്കുവെച്ചുകൊണ്ടിരിക്കുക. ഇതോർക്കുമ്പോൾ നമുക്ക് എത്ര കുറവുകളുണ്ട് എന്ന് തോന്നിപ്പോകും. നമ്മൾ എത്ര പരിമിതിയുള്ളവരാണെന്ന് സമ്മതിക്കേണ്ടി വരും. കുറച്ചുകൂടെ കർത്താവിനെ സേവിക്കാമായിരുന്നല്ലോ, അനുസരിക്കാമായിരുന്നല്ലോ എന്നൊരു കുറ്റബോധം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകും. അനുസരിച്ചവരെല്ലാം അങ്ങനെയാണെന്ന് നമുക്കറിയാം. അതൊരു വിശദീകരണം ആവശ്യമില്ല. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ സാക്ഷികളുടെ ഒരു വലിയ നിര നിരത്തിയിട്ട് നാം വായിക്കുന്നല്ലോ. സാക്ഷികൾ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ 11-ാം അധ്യായത്തിൽ വായിക്കുന്ന ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും ശുദ്ധിപതികളും ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ദൈവത്തെ അനുസരിച്ചതും ദൈവത്തെ പ്രസാദിപ്പിച്ചതും വിശ്വാസത്തിൻ്റെ ശക്തിയും മഹത്വവും അത്ര ശ്രേഷ്ഠതയേറിയതാണെന്ന് അവർ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി. അപ്പോൾ യിരെമ്യാവ് ഇപ്പം യഹൂദന്റെ മധ്യത്തിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുക. ഒരു ഭാഗത്ത് പുരോഹിതന്മാരുടെ വരുമാനത്തിന് കുറവുണ്ടായിരിക്കുന്നു, കാരണം പാപം ചെയ്ത് നിർത്തണമെന്നാണ് യിരെമ്യാവിൻ്റെ പ്രസംഗം. മറുഭാഗത്ത് മൂപ്പന്മാർക്ക്, ഇടയന്മാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു ഭാഗത്ത് ന്യായപ്രമാണജ്ഞന്മാരെ യിരെമ്യാവ് ചോദ്യം ചെയ്യുന്നു. ചുരുക്കത്തിൽ യിരെമ്യാവ് അന്നത്തെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു തലവേദനയായി മാറി. അവർക്ക് എങ്ങനെയും യിരെമ്യാവിനെ ഇല്ലായ്മ ചെയ്തേ മതിയാകൂ, അവൻ്റെ ശുശ്രൂഷ ഇനി ഇവിടെ ആവശ്യമില്ല എന്ന നിലയിൽ അവർ ചിന്തിച്ചു. രാജാവിനോട് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അവർ വേറെ ഒരു തന്ത്രം ഉപയോഗിച്ചു. പിശാച് ഭയങ്കര തന്ത്രശാലിയാണെന്ന് നമുക്കറിയാം. അവൻ്റെ തന്ത്രത്തിൽ അകപ്പെട്ടു പോകരുത് എന്ന് പുതിയ നിയമത്തിൽ കൽപ്പന നമുക്കുണ്ട്. ഏത് വിധത്തിലും ദൈവം ഉപയോഗിക്കുന്ന ഭക്തന്മാരെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ അതാത് കാലത്തോ ആവശ്യമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇവരുപയോഗിച്ച ഭയാനകമായ തന്ത്രം എന്തായിരുന്നു? യിരെമ്യാവിൻ്റെ കഷ്ടത എങ്ങനെയൊക്കെ വിവരിക്കാം, അത് നമ്മൾ നോക്കുകയാണ്. നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് വരാം. യിരെമ്യാവ് അനുഭവിച്ച കഷ്ടതകളുടെ അതിന് നമ്മൾ രണ്ടായി തരംതിരിക്കേണ്ടി വരും. ഒന്ന് ശാരീരിക പീഡയും, രണ്ട് മാനസിക പീഡയും. അങ്ങനെ യിരെമ്യാവ് അനുഭവിച്ച മാനസിക പീഡകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണ്. 18-ാമത്തെ വാക്യം വായിക്കാമോ? ശ്രദ്ധിക്കണമേ. എന്നാൽ അവർ, വരുവിൻ, നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോവുകയില്ല. വരുവിൻ, നാം അവനെ നാവുകൊണ്ട് കൊന്നുകളക, അവന്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. വരുവിൻ, നമുക്ക് അവനെ നാവുകൊണ്ട് കൊന്നുകളയാം. യഹൂദന്മാരെ കൂട്ടം കൂടി നേതൃസ്ഥാനത്തുള്ളവർ ആലോചിച്ചൊരു തീരുമാനമെടുത്തു. യിരെമ്യാവിനെ എങ്ങനെ വിട്ടാലൊക്കെയില്ല, അവൻ ശുശ്രൂഷയിൽ ഇങ്ങനെ തിളങ്ങിയാലൊക്കെയില്ല. നമ്മൾ ഈ വിധ ഒറ്റപ്പെടുത്തലെല്ലാം നടത്തിയിട്ടും അവൻ പിന്നെയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നാവ് കൊണ്ട് അവനെ കൊന്നുകളയാം. അപ്പൊ നാവ് കൊണ്ടും ദൈവദാസന്മാരെ കൊല്ലാമെന്ന് പഠിപ്പിച്ചവരാണ് യഹൂദന്മാർ. ഇന്ന് നാവ് കൊണ്ട് ആളുകളെ കൊല്ലുന്നവരുടെ ആശാന്മാർ, ഗുരുക്കന്മാരവരാ യഹൂദ പ്രഭുക്കന്മാർ. നാവ് കൊണ്ട് കൊന്നുകളയാം. നാവ് കൊണ്ടുള്ള മുറിവ് വാളുകൊണ്ടുള്ള മുറിവിനേക്കാൾ അതിഭയാനകമാണെന്ന് തത്വചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് പറയാതെ തന്നെ നമുക്കറിയാം. വാളുകൊണ്ടുള്ള മുറിവിന് പരിഹാരം വരും, ആ വേദനയ്ക്ക് പരിമിതിയുണ്ട്. പക്ഷെ നാവ് കൊണ്ടുള്ള മുറിവിന് പരിമിതി നിശ്ചയിക്കാനൊക്കെയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് പടയാളി കുന്തം കൊണ്ട് കുത്തി എന്ന് നാം വായിക്കുന്നു. അവിടുത്തെ കൈകളും കാലുകളും ആണി വെച്ചടിച്ചു. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹൃദയം തകർന്നത് അതുകൊണ്ടല്ല, നിന്നയാൽ അവൻ്റെ ഹൃദയം തകർന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ തകർത്തത് റോമൻ പടയാളിയുടെ കുന്തമായിരുന്നില്ല, നന്ദികെട്ട സ്വന്തം ജനത്തിൻ്റെ അപവാദ വാക്കുകളായിരുന്നു, അപമാനമായിരുന്നു, നിന്നയായിരുന്നു. നാവ് കൊണ്ട് കൊന്നുകളയുക. തിമോത്തിയോസ് 2-ാം ലേഖനം ഇപ്പോൾ വായിക്കേണ്ട 2 തിമോത്തിയോസ് 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ചിലരുടെ വാക്കുകളെക്കുറിച്ച് പറയുമ്പോൾ എഴുതിയിട്ടുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ ആയിരിക്കുന്നു.
ഈ വാക്കുകൾ കൊണ്ടുള്ള മുറിവ്, നാവ് കൊണ്ടുള്ള മുറിവ് പെട്ടെന്ന് മരിക്കുകയില്ല ആളുകൾ. അർബുദവ്യാധി പോലെയാ, ക്യാൻസർ രോഗത്തെ പോലെയാ, കുറേച്ചെ കൊന്നുകൊണ്ടിരിക്കും. ആരെ ഉദ്ദേശിച്ചാണോ നാവ് കൊണ്ട് മരണകരമായ വാക്കുകൾ ശത്രു ഉപയോഗിക്കുന്നത്, ആ കേൾക്കുന്ന ആളുകൾ അവർ കുറേശ്ശെ വേദന കൊണ്ട് പുളഞ്ഞു മരിക്കുക. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ആടിനെ പട്ടിയാക്കുക, പിന്നെ പട്ടിയെ പേപ്പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ ആടിനെ കൊല്ലാൻ ആരും സമ്മതിക്കുകയില്ല, ഒരു നല്ല പട്ടിയെ കൊല്ലാനും പറ്റുകയില്ല. പകരം പേയില്ലാത്ത നല്ല നായയെ പേപ്പട്ടിയാണെന്ന് വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ച് പരത്തി കല്ലെറിഞ്ഞു കൊല്ലുക. ആ തന്ത്രമാണ് ഇവിടെ ഇപ്പോൾ യഹൂദന്മാർ ഉപയോഗിക്കുന്നത്. അതേ തന്ത്രമാണ് ഇന്ന് നിരവധി ആളുകൾ പിശാചിൻ്റെ ഏജന്റന്മാരായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, അനേക വിശുദ്ധന്മാരുടെ ഹൃദയം പിളർന്ന രക്തമായി ഇറ്റിറ്റു വീഴുന്നത്. അതിലൊരു സന്തോഷം അനുഭവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ സാധാരണ സാഡിസ്റ്റുകർ എന്നൊക്കെ പറയും. ഇത് ആ വാക്കുകൊണ്ട് നിർത്താൻ കഴിയുന്നതല്ല. യിരെമ്യാവിനെ നാവ് കൊണ്ട് കൊല്ലുവാൻ അവർ തീരുമാനിച്ചു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് 2 വാക്യങ്ങൾ വായിക്കണം. എല്ലാം വായിക്കാതെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ പല കാര്യങ്ങളിൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞതെന്ന് ഓർക്കാം. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. കർത്താവ് പറയാ, എല്ലാ തിന്മയും നിങ്ങളെ കൊണ്ട് കളവായി പറയുമ്പോൾ സന്തോഷിപ്പിൻ. അത് വായിക്കുമ്പോൾ വാസ്തവത്തിൽ അങ്ങ് ആമയും പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ കർത്താവെ, വേണമെങ്കിൽ തിരിച്ച് ശപിക്കാതിരിക്കാം, ഉപദ്രവിക്കാതിരിക്കാം, പക്ഷെ എങ്ങനാ സന്തോഷിക്കാൻ കഴിയുന്നത്? കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാ തിന്മയും നിങ്ങളെക്കുറിച്ച് കളവായി പറയുക. നിരാശപ്പെടേണ്ട, ദുഃഖിക്കണ്ട, സന്തോഷിക്കുക. അങ്ങനെയുള്ളൊരു തലമുറയിൽ നമ്മൾ ജീവിക്കുക. അവർ വർദ്ധിച്ചിരിക്കുക. സ്ഥലം സഭകളിൽ പോലും അങ്ങനെയുള്ള ആളുകൾ പെരുകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. അത് സത്യമാ, വസ്തുതയാ. എന്നാൽ യിരെമ്യാവ് പറയുക, സഹോദരന്മാരെ, ഞാനിത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അനുഭവിച്ചതാ. പിശാചിൻ്റെ പഴയ തന്ത്രമായത്. ആധുനിക യുഗത്ത് അവനത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വരികിലും എന്നോട് നോക്കി എന്നെ നിരാശപ്പെടുത്താൻ, തളർത്താൻ അവൻ പരമാവധി ശ്രമിച്ചതാ. അതുകൊണ്ട് നാം ഇത് ഓർക്കണം. റോമാലേഖനം 3-ാം അധ്യായം ഇപ്പോൾ വായിക്കണ്ട, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവഭയമില്ലാത്ത ആളുകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് അവരുടെ അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമുണ്ടെന്നാ. ദൈവഭയമില്ലാത്ത ആളുകളെ നമ്മൾ വളരെ ഭയപ്പെടണം. ആരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി അതാ. ദൈവത്തെ ഭയമില്ലാത്ത ആളുകളെ നാം ഭയപ്പെട്ടേ മതിയാകൂ. അവർക്ക് എന്തിനും സാധിക്കും, കാലം തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ യിരെമ്യാവ് അപവാദം കേൾക്കാൻ തുടങ്ങി, നാവ് കൊണ്ട് കൊല്ലുവാൻ തുടങ്ങി. ഇനി 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരണം. അതിൻ്റെ 19-ാമത്തെ വാക്യം എന്താണ് യിരെമ്യാവിനെ കുറിച്ച് അവൻ്റെ ആളുകൾ, അവൻ്റെ സ്വന്തക്കാർ, അവർ എന്താ പറയുന്നത്? നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. എന്താ 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം? ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാടിനെ പോലെ ആയിരുന്നു. അവന്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ചു കളക എന്നിങ്ങനെ അവർ എന്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല. യിരെമ്യാവ് അറിഞ്ഞില്ല. യിരെമ്യാവിനെ കണ്ടപ്പം സ്തോത്രം പറഞ്ഞു, കൈ കൊടുത്തു, ചിരിച്ചു, സന്തോഷിച്ചു. പറഞ്ഞു കാണും, ബ്രദറെ, ഇപ്പം ഞങ്ങൾ ബ്രദറിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തൊരു പ്രസംഗമായി ഇന്നലെ നടത്തിയെന്നറിയാമോ? എന്തെല്ലാം മനോഹരമായ വാക്കുകൾ പറഞ്ഞു കാണും. യിരെമ്യാവ് പറയാ, ഞാൻ അറിഞ്ഞില്ല. എന്നെ ഫലത്തോടുകൂടെ നശിപ്പിക്കുക, ഫലശൂന്യമാക്കാൻ ശ്രമിച്ചു. ഫലശൂന്യനാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇനി ഫലത്തോടുകൂടെ നശിപ്പിക്കാം എന്നവർ ചിന്തിക്കുക. ഞാനിത് അറിഞ്ഞില്ല എന്ന് യിരെമ്യാവ് പറയുക.
എന്തൊരു പൈശാചിക പോരാട്ടമാണ് യിരെമ്യാവ് അനുഭവിച്ചത്. 11-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇനി അവൻ്റെ സ്വന്തം കുടുംബക്കാര്, അനാഥോത്തുകാര്, പുരോഹിതവർഗം അവരെന്താ പറയുന്നത് നോക്കിയാട്ടെ. 11-ന്റെ 21-ാമത്തെ വാക്യം. അതുകൊണ്ട് നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞു. നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മതി. അവരെ സംരക്ഷിക്കും. ദൈവം പറയുക, നീ ഞങ്ങളുടെ കൈകൊണ്ട് മരിക്കാതിരിക്കേണ്ടതിന് ഇനി പ്രസംഗിക്കരുതെന്ന് പറയുന്ന അനാഥോത്തുകാര്, അവരെ നീ ഭയപ്പെടണ്ട. ദൈവത്തെ അനുസരിക്കണ്ട എന്ന് പറയുന്ന, ദൈവം അരുളി ചെയ്യുന്നത് പോലെ പ്രസംഗിക്കരുതെന്ന് പറയുന്ന അനാഥോത്തുകാര്, സ്വന്തം പട്ടണക്കാര്, സ്വന്തം കുടുംബക്കാര്, സ്വന്തം വീട്ടുകാര്, അവർ പറയുക നീ ഇനി പ്രസംഗിക്കണ്ട. അവർക്കവിടെ പ്രസംഗിക്കാൻ വേറെ പ്രവാചകന്മാരുണ്ട്, ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാർ വേറെയുണ്ട്. യിരെമ്യാവിൻ്റെ സഹായം ആവശ്യമില്ല. യിരെമ്യാവിൻ്റെ പ്രസംഗം സഹിക്കാൻ കഴിയുന്നില്ല. പാപത്തിനെതിരെ കഠിനമായി പറയുകയാ, യാതൊരു ദാക്ഷിണ്യമില്ലാതെ പറയുകയാ. സഹിക്കാൻ കഴിയണ്ടേ, ഇഷ്ടപ്പെടാൻ കഴിയണ്ടേ, അംഗീകരിക്കാൻ കഴിയണ്ടേ? അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ പാപബോധമുണ്ടാകണം, മാനസാന്തരമുണ്ടാകണം, തെറ്റുബോധ്യം വരണം. അല്ലാത്തവരെ സംബന്ധിച്ച് അവർക്കത് സഹിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ പറയുക, നീ മരിക്കാതിരിക്കണമെങ്കിൽ മേലാൽ പ്രസംഗിക്കാതിരിക്കണം. ഈ കാലത്ത് ഏതായാലും കുറച്ചുകൂടെ ആശ്വാസമുണ്ട്. അത്രയൊന്നും കഠിനമായി പറയാനുള്ള ധൈര്യം പലർക്കുമില്ലെന്ന് തോന്നുന്നു. യിരെമ്യാവിനോട് പറയുക, തീർന്നില്ല. 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇനി സഹോദരന്മാരെ കുറിച്ച് പറയുക. അവരെന്താ പറയാൻ നോക്കിയാട്ടെ. യിരെമ്യാവ് 12-ന്റെ 6. നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പ് വിളിക്കുന്നു. അവർ നിന്നോട് ചക്കര വാക്കു പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. നിന്റെ സഹോദരന്മാർ നിന്നോട് ചക്കര വാക്കു പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. ഞാൻ ആദ്യം വെറുതെ പറഞ്ഞതല്ല, ഈ കാണുമ്പോൾ സ്തോത്രം പറയലും കൈ കൊടുക്കലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ചക്കര വാക്കാ പറയുന്നത്. ഓ, തേനിറ്റ് വീഴുകയാ. എന്ത് നല്ലൊരു വാക്ക്, എന്ത് നല്ല സഹോദരന്മാർ. ദൈവം പറഞ്ഞു, യിരെമ്യാവേ, നീ അവരെ വിശ്വസിക്കരുത്. ആ സഹോദരന്മാരെ വിശ്വസിക്കാൻ കൊള്ളുകില്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത സഹോദരന്മാർ. അവർക്ക് ഇങ്ങനെ ഒക്കെ ചക്കരവാക്ക് പറയാൻ കഴിയുമോ, മുഖസ്തുതി പറയാൻ കഴിയുമോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. നമുക്ക് 20-ാം അധ്യായത്തിലേക്ക് പോകണം. 10-ാമത്തെ വാക്യം. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ എല്ലാ വാക്യങ്ങളും അങ്ങ് വിശദീകരിക്കുകയല്ല. പക്ഷെ ചില വാക്യങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചു പോകണം, അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാവുകയില്ലല്ലോ. 20-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ എന്താ പറയുന്നത് നോക്കിയാട്ടെ. സർവത്ര ഭീതി, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പിൻ, ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. ആദ്യം അനാഥോത്തുകാര് മരിക്കാതിരിക്കാൻ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. രണ്ടാമത് സഹോദരവർഗം എന്ന് പറഞ്ഞു. ചക്കരവാക്ക് പറഞ്ഞ് അവനെ ശ്വാസം മുട്ടിച്ചു സ്നേഹം കൊണ്ട്. എന്നിട്ട് ഇപ്പൊ ഇവിടെ ചങ്ങാതിമാരെ കുറിച്ച് പറയാം, അവന്റെ കൂട്ടുകാരെ കുറിച്ച് പറയാ, സ്നേഹിതന്മാരെ കുറിച്ച് പറയാ. അവർ യിരെമ്യാവിന്റെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ആളുകളെല്ലാം ഈ കാലത്ത് നമുക്ക് പരിചയമുണ്ട്. ഇങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ഈ കാലത്ത് കണ്ടെത്തുന്നുണ്ട്. ഇതൊരു അത്ഭുത കാര്യമൊന്നുമല്ല, അവിശ്വസിക്കേണ്ട കാര്യമല്ല. ഇങ്ങനെയുള്ള ധാരാളം ചങ്ങാതിമാരെ, സഹോദരന്മാരെ, അനാഥോത്തുകാരെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ യിരെമ്യാവ് ഇതെല്ലാം അനുഭവിച്ചിട്ടും അവൻ കർത്താവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചു. ഇവിടെ പ്രത്യേകം ഓർക്കണം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ചാർച്ചക്കാര്, സ്വന്തക്കാര് അവനെതിരെ നടത്തിയ പ്രവൃത്തികൾ വളരെ ഭയാനകമായിരുന്നു. മർക്കോസ് 3-ാം അധ്യായം പിന്നീട് വായിച്ചു നോക്കിയാട്ട് അവിടെ നാം വായിക്കുന്നത്, അവന് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ ചാർച്ചക്കാർ അവനെ പിടിക്കാൻ വന്നെന്ന. കർത്താവായ യേശുവിൻ്റെ പ്രസംഗവും അവിടുത്തെ പ്രവൃത്തികളും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസകരമായി, ആനന്ദകരമായിട്ട് അനുഭവപ്പെടുന്നതിൻ്റെ മധ്യത്തിൽ അവൻ്റെ ചാർച്ചക്കാർ വരികയാ. അവന് ഭ്രാന്തുണ്ട്, അതുകൊണ്ട് അവനെ പിടിച്ചു കെട്ടി നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കളയാം. 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ മർക്കോസ് പറയുന്നത്, യേശുവിന് അവൻ്റെ പിതൃനഗരത്തിൽ അത്ഭുതങ്ങളേറെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം യേശുവിന് രോഗസൗഖ്യം കൊടുക്കുവാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് അവൻ്റെ പിതൃഭവനക്കാര്, പിതൃദേശക്കാരും അവിടെ രോഗികളെ കൊണ്ടുവന്നില്ല.
കർത്താവ് ഒരിക്കൽ മർക്കോസ് 10 പറഞ്ഞു, അത് സുവിശേഷം കേട്ട് വിശ്വസിച്ച് വരുന്നവരെ കുറിച്ചാണെങ്കിലും കർത്താവ് പറഞ്ഞു, മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. പ്രിയപ്പെട്ടവരെ, മറ്റു പലരും നോക്കിയാൽ നമ്മൾ തോക്കുക എളുപ്പമല്ല. എന്നാൽ സ്വന്തം വീട്ടുകാര്, സഹോദരവർഗം, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവര്, അവർ നോക്കിയാൽ തോൽപ്പിക്കാൻ എളുപ്പം സാധിക്കും. അങ്ങനെയും പിശാച് പലരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം ഫലകരമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷ എങ്ങനെയും മുടക്കുക, അവരുടെ വായ അടയ്ക്കുക എന്ന ആഗ്രഹത്തോടുകൂടെ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ സാത്താൻ പയറ്റുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചർച്ചക്കാരും അകപ്പെട്ടു പോകാം. കർത്താവിനെ സ്നേഹിക്കുക, അവിടുത്തെ സഭയുടെ ഉത്തരവാദിത്വം നിറവേറ്റുക, അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യുക, അങ്ങനെയുള്ള സഹോദരന്മാരുടെ കുടുംബത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും വളരെ കരുതലോടും ഭയത്തോടും കൂടെ വേണം അവർ ജീവിക്കുവാൻ. കാരണം ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്റെ വായ അടയ്ക്കുക എന്നുള്ളത് ശത്രുവിൻ്റെ ഏതു കാലത്തെയും ആഗ്രഹമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം അനന്തര ഫലം എന്തായിരുന്നു അറിയാമോ? ഇത്ര നേരം നമ്മൾ പറഞ്ഞല്ലോ, നാവ് കൊണ്ട് കൊല്ലാൻ ശ്രമിച്ച ആളുകൾ, ഏഷണി പറഞ്ഞ ആളുകൾ, മരിക്കാതിരിക്കാൻ പ്രസംഗം നിർത്തണമെന്ന് പറഞ്ഞ ആളുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ നിരന്തരമായി യഹൂദയിൽ യെരമ്യാവിനെ കുറിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചു. അതിൻ്റെ ഫലം എന്തായിരുന്നുവെന്ന് 15-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് എടുക്കണം. യെരമ്യാവ് പറയുന്നു തൻ്റെ ജീവിത സാക്ഷ്യം. ഇങ്ങനെയെല്ലാം സഹോദരവർഗം ചെയ്തതുകൊണ്ട് തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് താൻ പറയുക. 15:10. എന്റെ അമ്മേ, സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം! ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്ക് ആരും പലിശ തന്നിട്ടുമില്ല, എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. എൻ്റെ അമ്മേ, നീ എന്നെ പ്രസവിച്ചുവല്ലോ. സർവദേശത്തിന് ഞാൻ കലഹക്കാരനായിരിക്കുന്നു. അപ്പൊ യഹൂദാദേശത്തെങ്ങും ഒറ്റ ചർച്ചയേ ഉള്ളൂ, ഒരാളെ കുറിച്ച് ഇപ്പൊ പറയാനുള്ളൂ, യെരമ്യാവിനെ കുറിച്ച്. അവനെ കലഹക്കാരനായി മുദ്രകുത്തി, അവൻ യഹൂദജനത്തിന്റെ ശത്രുവായി ചിത്രീകരിച്ച് ശത്രു രാജ്യത്തിനു വേണ്ടി പ്രസംഗിക്കുന്നവനെന്ന വിധത്തിൽ അവനോട് പെരുമാറുകയാണ്. അവൻ പറയുക, എൻ്റെ അമ്മേ, നീ എന്നെ പ്രസവിച്ചല്ലോ. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിലേക്കൊന്ന് പോകണം. അവിടെ 3-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കണം. ഇതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് യെരമ്യാവിരുന്ന് കരയുകയാണ്, യെരമ്യാവിരുന്ന് വിലപിക്കുക. അങ്ങനെ വിലപിക്കുമ്പോൾ യെരമ്യാവ് പറയുക, വാസ്തവത്തിൽ എൻ്റെ ജീവിതം എങ്ങനെയായി തീർന്നു, എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു. വിലാപങ്ങൾ 3:14. ഞാൻ എന്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടവിടാതെ അവരുടെ പാട്ടും ആയി തീർന്നിരിക്കുന്നു. ഞാൻ എൻ്റെ സർവ്വജനത്തിനും പരിഹാസവും അവരുടെ പാട്ടും ആയി തീർന്നിരിക്കുന്നു. എന്തൊരു അപമാനമായി യെരമ്യാവ് അനുഭവിച്ചത്, എന്തൊരു വേദനയാ താൻ സഹിച്ചത്. വിലാപങ്ങളുടെ പുസ്തകം അവിടെ തന്നെ വെച്ചുകൊണ്ട് യെരമ്യാവിലേക്ക് ഒന്നുകൂടെ വരണം. വീണ്ടും വിലാപം 3-ലേക്ക് നമ്മൾ പോകുന്നുണ്ട്. 20-ന്റെ 18-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യെരമ്യാവ് എന്താ ഇതെല്ലാം ഇതിന്റെ അനന്തര ഫലമായിട്ട് താൻ അനുഭവിച്ച കാര്യം പറയുക. 20-ന്റെ 18-ാമത്തെ വാക്യം, കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ജീവകാലം മുഴുവൻ ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ എന്തിനു വന്നു, ഞാൻ എന്തിനു ജനിച്ചു. അപ്പോൾ യെരമ്യാവിന്റെ ജീവിതത്തിന്റെ ഒരു സാമാന്യ രൂപം നമുക്ക് ലഭിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിലാപങ്ങൾ 3-ാം അധ്യായം 1-2 വാക്യം നമ്മൾ പ്രാരംഭ ക്ലാസ്സിൽ വായിച്ചത്. അത് ഒന്നുകൂടെ ഓർമ്മ പുതുക്കാനായിട്ട് നമുക്ക് വായിക്കാം. വിലാപങ്ങൾ 3-ന്റെ 1-2 വാക്യങ്ങൾ. ഞാൻ അവന്റെ കോപത്തിന്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. യെരമ്യാവ് പറയുക, ദൈവം എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. അവന്റെ മുഴുനീള ജീവിതത്തിന്റെ രത്ന ചുരുക്കമായി 2 വാക്യങ്ങൾ. യെരമ്യാവിനെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ 2 വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ദൈവദാസൻ അനുഭവിച്ച കഷ്ടതകൾ എത്ര വലുതായിരുന്നു എന്നുള്ളത്. എന്നും പറയുന്നത് ഇന്നും ഞാൻ ഓർക്കയാ. സുവിശേഷ വിരോധികളാണ് ദൈവദാസന്മാർക്കെതിരെ എഴുന്നേറ്റതെങ്കിൽ
ദൈവം ഉപയോഗിക്കുന്ന ഭക്തകൾക്ക് എതിരെ എഴുന്നേറ്റതെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. നാം അതിന് നിയോഗിക്കപ്പെട്ടവരാ, തീർച്ചയായും നിയോഗിക്കപ്പെട്ടവരാ. പക്ഷേ ശത്രുവിനേക്കാൾ എത്രയോ എത്രയോ താഴെയാണ് സഹോദരന്മാരെന്ന് അറിയപ്പെടുന്നവർ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഇടനെഞ്ച് പൊട്ടിപ്പോകും. വാസ്തവത്തിൽ അനേക ദൈവദാസന്മാർ ദുഃഖിച്ച് ശുശ്രൂഷകളെക്കുറിച്ച് നിരാശപ്പെട്ട് സംഭവങ്ങളുടെ മധ്യത്തിൽ മൗനമായിരിക്കുന്ന ഒരു കാലം. എന്നാൽ ഇരമ്യാവ് പറയുക, നമുക്കതിന് അനുവാദമില്ല, നാം കർത്താവിനെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അപ്പം ഇത്രയും നേരം നാം പറഞ്ഞത് മാനസികമായിട്ട് ഇരമ്യാവ് അനുഭവിച്ച പീഡയുടെ ഒരു രത്നച്ചുരുക്കമാണ്. അതിനേക്കാൾ വിശാലമായിട്ടുള്ളത് നമുക്ക് വായിച്ച് പിന്നീട് പഠിക്കാവുന്നതാണ്. ഇനി അവൻ അനുഭവിച്ച ശരീരപീഡയുടെ ചില സൂചന കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തേണ്ടി വരും. 37-ാം അധ്യായത്തിലേക്ക് പോകാം. 15ഉം 16ഉം വാക്യങ്ങൾ. യിരെമ്യാവിനെ അവരെന്തു ചെയ്തു? ഈ മാനസിക പീഡയെല്ലാം നടത്തി, അപമാനിച്ചു, അവഹേളിച്ചു, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി, സമൂഹത്തിൽ പരിഹാസ വിഷയമാക്കി, ചർച്ചാ വിഷയമാക്കി. ഇതെല്ലാം ചെയ്തിട്ടും യിരെമ്യാവ് ശുശ്രൂഷ നിർത്തുന്നില്ല. അതാണ് പ്രശ്നം. യിരെമ്യാവ് പിന്നെയും യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് യിരെമ്യാവ് ഒരു പേടിത്തൊണ്ടനായിരുന്നുവെന്നാണ്. അങ്ങനെ പറയുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞ യിരെമ്യാവ് ഒരു തൊട്ടാവാടിയായിരുന്നു, പെട്ടെന്ന് പൊട്ടിക്കരയും. അത് യിരെമ്യാവിനെ കുറിച്ച് മനസ്സിലാകാഞ്ഞിട്ടാ. അതിധീരനായൊരു യുവാവായിരുന്നു യിരെമ്യാവ്. യിരെമ്യാവ് ധാരാളം കരഞ്ഞു. അതിന് കൃത്യമായ വിഷയമുണ്ട്, നമുക്കത് വായിച്ചൊക്കെ പിന്നെ മനസ്സിലാക്കാവുന്നതാ. എന്നാൽ യിരെമ്യാവ് ഒരിക്കലും ഒരു തൊട്ടാവാടിയായിരുന്നില്ല, പെട്ടെന്ന് അങ്ങ് വാടി തളർന്നു പോകുന്നവനായിരുന്നില്ല. നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ ശരിയായ നട്ടലുള്ള ഒരു ദൈവദാസൻ. അതുകൊണ്ടാണ് ഈ ശത്രുവർഗം ദീർഘിച്ച പതിറ്റാണ്ടുകൾ ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിച്ചിട്ടും യിരെമ്യാവ് തന്നെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ ശത്രുവിന് സഹിച്ചില്ല. യഹൂദന്മാര് അവനെ പിടിച്ചു. എന്ത് ചെയ്തു? 37-ന്റെ 15, 16. പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ച് അവനെ അടിച്ചു രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ തടവിൽ വച്ചു. അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു. അങ്ങനെ യിരെമ്യാവ് കുണ്ടറയിലെ നിലവറകളിൽ ആയി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. ഇപ്പോൾ യിരെമ്യാവ് കുഴിയിൽ കിടക്കുക. അവന്റെ സ്വാതന്ത്ര്യമെല്ലാം പോയി. ഇനി അവൻ എവിടാ പ്രസംഗിക്കേണ്ടത്? ഇത്ര നാളും അപമാനിച്ചിട്ട് അവരെല്ലാം പരിശ്രമിച്ചിട്ട് പ്രസംഗം നിൽക്കുന്നില്ല. എവിടെ 4 ആൾ കൂടിയോ അവിടെയെല്ലാം യഹൂദന്റെ പാപത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ തീരുമാനിച്ചു, ഇനി ഇവനെ സ്വതന്ത്രനായി വിട്ടാലൊക്കെയില്ല. അതുകൊണ്ട് അവർ അവനെ പിടിച്ച് ഒരു കുണ്ടറയിലിട്ടു. നിലവറയിലെ കുണ്ടറയിൽ തടവിലാക്കി. ഇടയ്ക്ക് കൊണ്ടുപോയി ആഹാരം ഇട്ടുകൊടുക്കും, അത് വേണമെങ്കിൽ കഴിക്കാം. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തതുപോലെയുള്ള ഒരു സ്ഥാനം അവിടേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ശാരീരിക പീഡ ആരംഭിച്ചു. മാനസിക പീഡ കൊണ്ട് നിർത്താൻ കഴിയാത്ത ശുശ്രൂഷ ശാരീരിക പീഡ കൊണ്ട് നിർത്താം എന്ന് അവർ വിചാരിച്ചു. ഇനി 38-ാം അധ്യായത്തിൽ നിന്ന് 6-ാം വാക്യം അവർ ചെയ്ത അടുത്ത കാര്യം എന്താണെന്ന് പറയുന്നു. 38-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. ഇപ്പോൾ യിരെമ്യാവിനെ പിടിച്ച് ചെളിയിലിടുക. കുണ്ടറയിലെ ജീവിതം കൊണ്ട് തീർന്നില്ല, ശരിയായില്ല. അവനെ ചെളിക്കുഴിയിലിട്ടു. അവിടെ വെള്ളമല്ലാതെ വേറെ ഒന്നും ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. അവനെ ചെളിക്കുഴിയിലേക്കിട്ടു. എന്തൊരു വിരോധമാ വാസ്തവത്തിൽ യിരെമ്യാവിനോട്. അദ്ദേഹം എന്തു പാതകം ചെയ്തു എന്ന് നമ്മൾ ചോദിച്ചു പോകും. യഹോവ അരുളി ചെയ്ത കാര്യങ്ങൾ, യഹോവ വായിൽ കൊടുത്ത വചനങ്ങൾ പറഞ്ഞുവെന്നല്ലാതെ ആ മനുഷ്യൻ വേറെ ഒന്നും ചെയ്തില്ല, ആരെയും ഉപദ്രവിച്ചില്ല. പക്ഷേ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടത. 20-ാം അധ്യായത്തിലേക്ക് വരാം. യിരെമ്യാവ് 20-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ കൂടെ നോക്കുക. അവിടെ കൂടെ നിന്ന് ശുശ്രൂഷിക്കേണ്ട പുരോഹിതൻ എന്ത് ചെയ്തു എന്ന് യിരെമ്യാവ് പറയുന്നുണ്ട്. 20-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരന്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പശ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു.
യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിങ്കിലെ ആമത്തിൽ ഇട്ടു. ഇപ്പോൾ പുരോഹിതൻ അവനെ അടിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് ദൈവദാസനായ പ്രവാചകനെ പുരോഹിതൻ കരണത്തടിച്ചു. എന്നിട്ട് ആമത്തിലിട്ട് പൂട്ടി. ശുശ്രൂഷയിൽ കൂടെ നിൽക്കേണ്ടതാ പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒരുമിച്ചാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. പക്ഷേ പുരോഹിതന്മാർക്ക് സഹിക്കാൻ കഴിയുന്ന യിരെമ്യാവിന്റെ ശുശ്രൂഷ. ഇപ്പം അത് വായിക്കേണ്ട ഹോശേയ പ്രവചനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പുരോഹിതന്മാർ ദൈവജനത്തിൻ്റെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നുവെന്നാണ് ഹോശേയ പറയുന്നത്. അതിൻ്റെ കാരണം, ഒരു പാപം ചെയ്യുമ്പോൾ ഒരാടിനെയാണ് യാഗമർപ്പിക്കുന്നതെങ്കിൽ 10 പാപം ചെയ്താൽ 10 ആടിനെയാണ് യാഗമർപ്പിക്കുക. ആടാണെങ്കിലും കാളയാണെങ്കിലും അർപ്പിക്കുന്ന യാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ പുരോഹിതന് അവകാശപ്പെട്ടതാണ്. യിരെമ്യാവിൻ്റെ ഈ പ്രസംഗം കൊണ്ട് സംഭവിക്കുന്നത് വരുമാനം നഷ്ടമാകുകയാണ്, തങ്ങൾക്ക് ലഭിക്കേണ്ട ലാഭമില്ലാതെ പോവുകയാണ്. യിരെമ്യാവിൻ്റെ പ്രസംഗം കേട്ട ആളുകൾ യഹോവയെ ഭയപ്പെട്ട് പാപം ചെയ്യുന്നത് അവസാനിപ്പിച്ചാൽ നിശ്ചയമായിട്ടും പുരോഹിത വർഗത്തിന് നഷ്ടമുണ്ടാകും. അവർ കോപമടക്കാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ യിരെമ്യാവിൻ്റെ കരണത്തടിച്ചു. അങ്ങനെ മാനസിക പീഡ അനുഭവിച്ചും ശാരീരിക പീഡ അനുഭവിച്ചും ഒറ്റപ്പെട്ടും അപമാനം സഹിച്ചും അവഹേളനം അനുഭവിച്ചുമാണ് ആ ദൈവദാസൻ തൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇത്രയും വാക്യങ്ങളൊക്കെ വായിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് കേവലം ഒരു അഭിപ്രായം പറയുകയല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവവചനത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ ധൈര്യത്തിനായിട്ട് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നിശ്ചയമായും യിരെമ്യാവ് ഒരു വലിയ പ്രവാചകനാണെന്ന് നാം ഇന്ന് പറയുമ്പോൾ, ആ ഭക്തനെക്കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കുമ്പോൾ ഓർക്കണം, അതിൻ്റെ പുറകിൽ കനത്ത വില അദ്ദേഹം നൽകി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി എന്ന് വായിക്കുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ചോര ഇറ്റിറ്റ് വീഴുന്നതിനേക്കാൾ വേദന അനുഭവിച്ചാണ് ആ ഭക്തൻ കരഞ്ഞ് ശുശ്രൂഷിച്ചത്. ദൈവം ഈ വാക്കുകൾ കേൾക്കുന്ന നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് നമ്മുടെ കർത്താവായ യേശു ആയതുകൊണ്ട് അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് അവൻ്റെ ദാസന്മാരായ നമ്മൾ എന്നതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളെ പിന്തിരിപ്പിക്കുവാനോ നിരാശപ്പെടുത്തി തോൽപ്പിച്ച് നമ്മുടെ വായടയ്ക്കുവാനോ ഒരിക്കലും സാത്താന് കഴിയുന്നതല്ല. സാത്താൻ അധികാരമുണ്ട്, നമ്മളെ സംബന്ധിച്ചു, അവന് ശക്തിയുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സർവശക്തനായ മഹാദൈവമാണ്. അവിടുന്നാണ് നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാക്കിയത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് നിരാശപ്പെട്ട് തോറ്റു പിന്മാറുവാൻ മനസ്സില്ല. നമ്മൾ കർത്താവിൽ അവൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അത് അഹങ്കാരമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിലുള്ള പ്രതിബദ്ധതയാണ്. നമ്മൾ പറയുന്നു ഒഴുക്കിനെതിരെ നീന്തണം. നിശ്ചയമായും ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ ചത്ത മത്സ്യമായിട്ടിരുന്നാൽ പറ്റുകയില്ല, ജീവനും ആരോഗ്യവുമുള്ള മത്സ്യമായിട്ടിരിക്കണം. ഒരു ചത്ത മത്സ്യമാണെങ്കിൽ കിടന്നാൽ മതി, അതങ്ങോട്ട് ഒഴുക്കിക്കൊണ്ട് പൊക്കോളും. അല്ല, ഒഴുക്കിനെതിരെ നമുക്ക് നീന്തണമെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യവും അതിനുള്ള മാനസിക ധൈര്യവും നമുക്കുണ്ടാകണം. കർത്താവ് ഈ കാലത്ത് നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് നിരാശപ്പെട്ട് മിണ്ടാതിരിക്കാൻ നിവൃത്തിയില്ല. യിരെമ്യാവ് പക്ഷേ പിന്നീട് നിരാശപ്പെട്ടു, ദൈവത്തോട് പരാതി പറഞ്ഞു, താൻ ചില തീരുമാനങ്ങൾ എടുത്തു. ദൈവം അതിൽ നിന്നും അവനെ വ്യതിചലിപ്പിച്ച് മറ്റു ചില ദൗത്യങ്ങൾ അവനെ ഏൽപ്പിച്ചു. അങ്ങനെ ദീർഘിച്ച ഒരു ചരിത്രമാണ് യിരെമ്യാവിൻ്റെ പുസ്തകം മുഴുവനും കുറിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം കൂടെ നമ്മളിപ്പോൾ നോക്കുകയല്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഓർക്കാൻ കഴിയുന്നത്, യിരെമ്യാവ് ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിച്ചില്ല. തീർച്ചയായും ദൈവം അവനെ ആദരിച്ചു. ഇത് യിരെമ്യാവിൻ്റെ കാര്യം മാത്രമായിരുന്നില്ല എന്നുകൂടെ നമ്മൾ ഓർക്കുന്നല്ലതാ. ഏതൊക്കെ ദൈവദാസന്മാർ യഹൂദൻ്റെ മധ്യത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ആശ്ചര്യപ്പെടാത്തത്. ഈ കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ തീർച്ചയായും നമുക്കതിൽ സഹതാപമേ ഉള്ളൂ. കാരണം അന്നത്തെ തലമുറയുടെ ബാക്കിയാണ് ഈ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യിരെമ്യാവ് 8-ാം അധ്യായത്തിലേക്ക് പോകാം. അല്പസമയം കൂടെ ഉണ്ട്. 10ഉം 11ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. അന്നത്തെ പ്രവാചകന്മാരുണ്ടല്ലോ, അവർ ചെയ്ത ശുശ്രൂഷ എങ്ങനെയിരുന്നു, എന്തായിരുന്നു അവരുടെ ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യം, അത് നമുക്ക് 8-ന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ സൂചനയായിട്ട് കാണാൻ കഴിയും. അവർ ചുമ്മാതല്ല കോപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 8-ന്റെ 10, 11 യിരെമ്യാ പ്രവചനം. അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും അവരുടെ നിലങ്ങളെ
അവയെ കൈവശമാക്കുന്നവർക്കും കൊടുക്കും. അവരൊക്കെയും ആബാലവൃത്തം ദ്രവ്യാഗ്രഹികൾ ആകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഇവിടെ പ്രവാചകന്മാരും പുരോഹിതന്മാരും എന്തുകൊണ്ട് യിരെമ്യാവിനോട് കോപിച്ചു? കാര്യം കുറച്ചുകൂടെ വ്യക്തമായില്ലേ? അവരും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അവരും അറിയപ്പെടുന്ന പ്രസംഗകരാ, പ്രഭാഷകരാ. പക്ഷെ രണ്ട് കാര്യം: ഒന്ന്, അവർ ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാണ്. പണത്തിനു വേണ്ടി എന്തും പറയുവാൻ, പണത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ളൊരു വർഗം. മാത്രമല്ല, ദൈവജനത്തിന് മുറിവേൽക്കരുത്, വേദനിക്കരുത് എന്നവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അവർ ദൈവജനത്തിന് ലഘുവായി ചികിത്സിക്കുന്നു. ആരെയും വേദനിപ്പിക്കാതെ പ്രസംഗിക്കുക, എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ, എല്ലാവരും കൈയടിക്കുന്നത് പോലെ ശുശ്രൂഷിച്ച് ജനത്തെ പ്രീതിപ്പെടുത്തുക. എന്തൊരു സന്തോഷകരമാത്! അങ്ങനെയുള്ള ഒരു വർഗമായിട്ട് യിരെമ്യാവിൻ്റെ കാലത്തെ പ്രവാചകന്മാരും പുരോഹിതന്മാരും തീർന്നു. അങ്ങനെയുള്ള പ്രസംഗകരുള്ളപ്പോൾ പിന്നെ യിരെമ്യാവിനെ തന്നെ വിളിക്കണമെന്ന് ആർക്കാ നിർബന്ധം? തുടങ്ങുമ്പോൾ മുതൽ തീരുന്നോടം വരെ ഈ കുറ്റമെല്ലാം കേൾക്കാനായിട്ട് എന്തിനാ വിളിക്കുന്നത്? ആവശ്യമാർക്കാ? തീർച്ചയായിട്ടും യിരെമ്യാവിനേക്കാൾ ജനത്തിന് ഇഷ്ടപ്പെട്ടത് ഈ കള്ളപ്രവാചകന്മാരെയും പുരോഹിതന്മാരെയുമാണ്. നാം വായിച്ചു കഴിഞ്ഞ ദിവസം, അവർ വ്യഭിചാരം ചെയ്യുന്നു, അവർ ദ്രവ്യാഗ്രഹം നടത്തുന്നു, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷെ എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്തൊരു വൈരുദ്ധ്യമായത്! നമ്മൾ യെശയ്യാ പ്രവചനത്തിലേക്കൊന്ന് പോകാം, ഒരു വാക്യം വായിക്കാം. 30-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ഇത് യിരെമ്യാവിനോട് മാത്രമല്ല ഇവർ ചെയ്തത്, യിരെമ്യാവിന് മുമ്പ് ശുശ്രൂഷിച്ച യെശയ്യാവിനോടും ഇത് തന്നെ ചെയ്തു. അങ്ങനെ ഇവരുടെ സ്വഭാവങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. 30-ാം അധ്യായം യെശയ്യാ പ്രവചനം 10-11 വാക്യങ്ങൾ. അവർ ദർശകന്മാരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്. മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പിൻ, വ്യാജങ്ങളെ പ്രവചിപ്പിൻ, വഴിവിട്ട് നടപ്പിൻ, പാത തെറ്റി നടപ്പിൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങുമാറാക്കുവിൻ എന്ന് പറയുന്നു. യെശയ്യാവിന്റെ കാലത്തുള്ള യഹൂദജനം പറയുകയാ. വായിച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമുക്ക്, ഒരു വിശദീകരണം കൂടാതെ തന്നെ. മധുരവാക്ക് ഞങ്ങളോട് പറവിൻ. ഞങ്ങളോട് കഠിനമായിട്ട് പ്രസംഗിക്കല്ലേ, കഠിനമായി കുറ്റം പറയല്ലേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും തെറ്റ് ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനല്ല ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. മധുരവാക്ക് പറവിൻ. എന്നിട്ട് പറയാ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. ദൈവത്തിൻ്റെ മഹത്വകരമായ വചനം അറിയിച്ച് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ അവർക്ക് സ്വീകരിക്കാൻ മനസ്സില്ലാതെ അവർ പറയുക, മാറ്റിക്കളയുക. ആ കാലത്ത് നമ്മൾ എത്തിയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ കാര്യം പറയുന്നത്. വളരെ വേദനയോടെയാണ്. കാരണം ദൈവവചനത്തിന് സ്വാധീനമില്ലാത്ത, ദൈവവചനത്തിന് സ്ഥാനമില്ലാത്ത ഒരു ദുസ്ഥിതി നമ്മുടെ മധ്യത്തിൽ വന്നു ഭവിച്ചിരിക്കുന്നു. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ വേണ്ടാത്തൊരു കാലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. കെട്ടുകഥകളും കിഴവിക്കഥകളും മധുരവാക്കുകളും മാത്രം പറയുന്ന ആളുകളെ മതി എന്ന് പറയുന്നു. വചനത്തിന് സ്ഥാനമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം. നമുക്കങ്ങനെ ആകരുത്. പ്രാണനേക്കാൾ വചനത്തെ സ്നേഹിച്ച വിശുദ്ധന്മാരാണ് വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിലൊരാളായിരുന്നു യിരെമ്യാവ്. ദൈവവചനം യിരെമ്യാവിന് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് യിരെമ്യാവ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിന് നമ്മുടെ പിതാക്കന്മാർ വില കൽപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ വേദപുസ്തകം മാത്രം കൈവശമായിട്ടുണ്ടായിരുന്നിട്ടും അത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഒട്ടിയ വയറുമായിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങി. വേറെ ഒന്നും കൈമുതലായിട്ടുണ്ടായിരുന്നില്ല. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. യേശുവിൻ്റെ നാമനിമിത്തം സ്വന്തമായതെല്ലാം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ബന്ധങ്ങളും ചുറ്റുപാടുകളും വെട്ടിമുറിച്ച് ഒഴിവാക്കപ്പെട്ടവരായി, ഒറ്റപ്പെട്ടവരായി, 5 കാശ് കയ്യിലില്ലാതെ അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നവരാണ്. പക്ഷേ അന്നും മാറത്തടുക്കി പിടിക്കുവാൻ ദൈവത്തിൻ്റെ വചനം അവരുടെ കൈവശമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ തങ്ങളുടെ പ്രാണനേക്കാൾ സ്നേഹിച്ച ദൈവവചനത്തെയാണ്. 100% അത് സത്യമാണെന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും അറിയാം. എന്നാൽ ഇന്ന് നമ്മുടെ സ്ഥിതികളെല്ലാം മാറി. ഒരർത്ഥത്തിൽ നമ്മൾ സമ്പന്നരായി.
പക്ഷേ വചനത്തിനുള്ള സ്ഥാനം എവിടെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കുവാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. യെരമ്യാവിൻ്റെ കഷ്ടതകൾ, ദൈവം അവൻ ഇരുളിലൂടെ നടത്തിയത്, അവൻ ഒറ്റപ്പെട്ടു പോയത്, ഏകാന്തത അനുഭവിച്ചത്, നിരാശപ്പെട്ടത്, ക്ഷീണിച്ചത് ഒക്കെ നമുക്ക് ഈ പഠനത്തിൽ കാണാൻ കഴിയും. എന്നാൽ എന്നിട്ടും ദൈവം അവനെ ഉപയോഗിച്ചു. ഇന്ന് നമുക്ക് വായിച്ച് സന്തോഷിക്കുവാൻ, കർത്താവിനെ ആശ്രയിക്കുവാൻ യെരമ്യാവിൻ്റെ പ്രവചനവും വിലാപങ്ങളുടെ പുസ്തകവും യെരമ്യാവിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ പുസ്തകങ്ങൾ കൂടുതൽ വായിച്ച് ധ്യാനിച്ച് കർത്താവിനെ നമുക്ക് പിൻപറ്റുവാൻ, അവനെ കൂടുതൽ അനുസരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സ്ഥലം സഭകളിൽ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷ ഒരിക്കലും വൃഥാവിലല്ല. അതിൻ്റെ ഫലങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.